നമ്മൾ ചെമ്മീൻ വറ്റിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. അപ്പം കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും ഉലുവ ഇടേണ്ട, അപ്പോൾ ഒരു കയ്പ്പ് ചുവ വരും. അപ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവായി നന്നായിട്ട് പൊട്ടി അതൊരു നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാവേ. അപ്പം വെളുത്തുള്ളി അരിഞ്ഞത് ഒന്ന് ജസ്റ്റ് ഒന്ന് ആയി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാവേ. അപ്പം ഒരുപാടങ്ങ് മൂത്ത് പോവണ്ട. അപ്പോൾ ആ ഒരു പാകം വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാവേ. അപ്പം നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം കുറച്ച് താമസിക്കും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ വഴന്ന് വരട്ടെ. ഇനി നമ്മൾ ആ വഴന്ന് വന്ന ആ മിക്സിലേക്ക് നമ്മൾ തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം ഇച്ചിരി വലുതാക്കി ആണ് ഞാൻ കൊത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങ കൊത്തിയിടുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ചെമ്മീൻ മുളകിട്ട് വെക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ തേങ്ങ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചെമ്മീൻ കറി കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങാക്കൊത്തും കൂടെ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചേറെ തേങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ആ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വരണം. ഒരുപാട് നിങ്ങൾക്ക് അരിഞ്ഞൊന്നും പോകണ്ട. ആ ഒരു ഏകദേശം ഒരു മീഡിയം പാകമാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അതുവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതായി വന്ന സമയത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മസാലകളെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത മസാല ഏതാണെന്ന് നോക്കാവേ. അടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അപ്പം ഞാൻ 2 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ളൊരു മുളകാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 2 വലിയ സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോഴത്തേന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ഇത് കരിഞ്ഞു പോകും. ഇനി അപ്പോൾ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാവേ. അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ പറ്റി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാവേ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെമ്മീൻ അത്യാവശ്യം വേവുള്ള ഒരു ഇതായതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഇച്ചിരി ഞാൻ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പറ്റി വരണം. അപ്പോൾ അതുവരെ നമ്മളിനി വേവിച്ചെടുക്കണം കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഏറെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ വെള്ളം വെച്ചിട്ട് നമ്മുടെ വെള്ളം തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. അപ്പം നമുക്ക് അതുവരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വെള്ളം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതേ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തിളകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഇത് തിളച്ചതിന് ശേഷം വേണം നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ റെഡിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ കണ്ടോ. അപ്പോൾ നമ്മൾ നല്ല കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ചെമ്മീൻ നമ്മൾ എന്ത് ചെയ്യണം, ആ മീൻ്റെ ഈ മസാലയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പം ഞാൻ മസാലയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി നല്ല പോലെ ഒന്ന് ഇതിനെ വേവിച്ചെടുക്കണം. ഒരു 5-6 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് തന്നെ നന്നായിട്ട് വെന്തെടുക്കണം. കാരണം ഇതിന് അത്യാവശ്യം വേവുള്ളതായതുകൊണ്ട് തന്നെ നമുക്കൊരു 5-6 മിനിറ്റ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാവേ. അപ്പം വെന്തതിന് ശേഷം നമുക്കത് വെള്ളം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് തുറന്ന് വെച്ച് വേവിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനെ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കാം. അപ്പോൾ നേരെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം ഇച്ചിരി വറ്റി വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ വെള്ളമൊക്കെ നല്ല വറ്റി നമ്മുടെ മീൻകറി നല്ല പറ്റിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ മീൻ പറ്റിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നല്ല കപ്പയുടെ കൂടെയും ചക്ക വേവിച്ചതിനൊക്കെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി ചെമ്മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.